നമ്മുടെ മധു അങ്കിൾ ഒരു ട്യൂണിൽ ഇങ്ങനെ പേര് വിളിച്ച് ഇപ്പൊ അവളെ കാണുമ്പോഴേ നമുക്ക് അതാണ് ഓർമ്മ വരിക. അരേ ഗൗതം എത്താൻ പോവാണ്. നമ്മുടെ ഗൗതമി കുട്ടി, വെൽക്കം. ഹലോ. ഹായ്. ഹായ്. ഹലോ. കൊള്ളാലോ, ഇന്നത്തെ ഒരു നാടൻ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. താങ്ക് യു. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? ഒരു പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്. താരനൂപുരം ചാർത്തി. ഓ ഓക്കെ. താരനൂപുരം ആഹാ, വളരെ വളരെ നല്ലൊരു സോങ് ആണ്. അതെ, അതില് മനോജ് കെ ജെയിൻ ആണല്ലോ ശിഷ്യനായിട്ട് വരണേ. അപ്പം അനാഥനാണ്, അച്ഛനും അമ്മയൊന്നും ഇല്ല. പാട്ട് പഠിക്കാൻ വരികയാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പൊ വലിയ സംഗീതജ്ഞനല്ലേ, പാട്ട് അസാധ്യമായിട്ട് പാടി അദ്ദേഹം ഭയങ്കര സന്തോഷമായി. അപ്പം എന്താണ് താൻ പറഞ്ഞത്? അച്ഛനും അമ്മ ഇല്ലെന്നോ? ശ്രുതി അമ്മ, ലയം അച്ഛൻ. ഇത് രണ്ടും ഉള്ള താൻ എങ്ങനെയാണോ അനാഥനാവുന്നതെന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ചോദ്യം ആ സിനിമയിലെ. അല്ല, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ രവീന്ദ്ര മാഷ്. അത് ശ്രുതിയമ്മ, ലയമച്ഛൻ, മകളുടെ പേരോ സംഗീതം. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈതപ്രം തിരുമേനി ആണ്. അതാണ് ഇത്ര ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വന്നത്. നമ്മളെ നല്ലൊരു ക്ലാസിക് സിനിമയാണിത് കേട്ടോ. ഇതുപോലത്തെ പടങ്ങളൊക്കെ കാണണം. കാരണം മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പടങ്ങള് നമ്മൾ പാട്ടുകാർ കണ്ടിരിക്കണം. എന്താണ് അതിനകത്ത് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏതൊക്കെ രാഗങ്ങളിലാണ്, ഏതൊക്കെ പാട്ടുകളാണ്, ഏതൊക്കെ കീർത്തനങ്ങളാണ് എടുത്തിരിക്കുന്നത്, അത് ആ പടമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയൂടെ. നല്ലൊരു സെലക്ഷൻ ഈസ്. ഇനിയിപ്പോ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോപാനം 1993, മ്യൂസിക് SP വെങ്കടേഷ് സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് യേശുദാസ് സാറും മഞ്ജുമൻ. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താരനൂപുരം
ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു മാം, നൈസ്. താങ്ക് യു സർ. ഓർക്കസ്ട്ര സൂപ്പർ. ഗൗതംജി യെസ്, നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. അതിനകത്ത് 2-3 സ്ഥലങ്ങൾ ആ ഓന്ന് പാടുന്ന സ്ഥലം ഉണ്ടല്ലോ പല്ലവിയിൽ, അതെന്താണെന്ന് പാടിക്കും. ഓ അത് അത് പിടിച്ചു പിടിച്ച് പാടും. കൺഫ്യൂഷൻ വരുന്നുണ്ട് അവിടെ. പിന്നെ പൊന്നുനൂലരഞ്ഞാണം അന്ന് പാടിക്കും മോളെ. പൊന്നുനൂലരഞ്ഞാണം ആണം ആ അടുത്ത് കുളിരരുവിയിൽ കിലും അത് കുളിരരുവിയിൽ വീൽക്കിലും. അത് കുറച്ച് ലോവർ പോർഷൻ ആയതുകൊണ്ടാണ് മോക്ക് ഡിഫിക്കൽട്ടി വരുന്നത്. അത്രയും പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു മോക്കൊരു കുറച്ച് ഹൈയിൽ എടുത്തുകൂടായിരുന്നോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് കിടക്കുന്ന മേലേക്കാവിൽ നിന്ന് മേലോട്ട് പോകുന്ന ഒരു സാധനം. അതിൽ മേലേക്കാവിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അനുപല്ലയിൽ ഉണ്ടായിരുന്ന മായാതീരം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചരണം പാടി നിർത്തിയിട്ട് താരനൂപുരം എടുക്കുന്നിടത്ത് ഒരു ചെറിയ ജെർക്ക് വന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു സുഖമുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുന്ന ഒരു മോഹനം ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരു സംഭവത്തിൽ ഒരു നല്ല ആ രാഗം കേൾക്കുമ്പോഴേ ഒരു സുഖമാണ്. ഈ മോഹനം കല്യാണിയാണല്ലോ മലയാള സിനിമാ ഗാനങ്ങളുടെ അച്ഛനും അമ്മയും. അല്ല അങ്ങനെ തന്നെ പറയാം. കാരണം മാസ്റ്റർ മാത്രം 34 മോഹനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനോടൊന്ന് സാദൃശ്യമില്ലാതാണ്. അതാലോചിക്കണം. കാരണം ഒരു മ്യൂസിക് ഡയറക്ടർ മോഹനത്തിൽ ഒരു പാട്ട് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതേ രീതിയിൽ വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയും അതെന്തായാലും അങ്ങനെ ചെയ്തല്ലേ എന്ന് പറയും. പക്ഷെ മാഷ് അതല്ല. ദേവരാജൻ മാഷ് മോഹനത്തിൽ ചെയ്ത പാട്ടുകൾ 32 രീതിയിലാണ്. നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മാഷ് ഇത് മോഹനത്തിൽ എങ്ങനെ ചെയ്തു എന്ന് തോന്നും. ചില റൂട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കാത്ത റൂട്ടൊക്കെ പോകും. സോ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഗൗതം കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ആയിരുന്നു. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പിന്നെ ഇപ്പൊ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ ആ ഭാഗങ്ങള് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് പാടിയാൽ ഇതും ഇല്ലാതെ ആക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചക്കരേ താങ്ക് യു ഈ പാട്ട് സെലക്ട് ചെയ്തതിന് കേട്ടാ. മോള് നന്നായിട്ട് പാടി. അവിടെ ഇവിടെ ഇച്ചിരി മൗനരാഗമോ പ്രിയ ചന്ദ്രലേഖ നിന്നു ആ നിന്നു മോണ് അത് മാത്രം ഒന്ന് പഠിക്കേ. പ്രിയ ചന്ദ്രലേഖ നിന്നു അത് ആദ്യം എടുത്തപ്പോൾ അത് ക്ലിയർ സംഗതി ക്ലിയർ ആക്കിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലേ അത് മോളാ ഓ അതെങ്ങനെ ഒരു പിടിച്ച് പാടുന്ന പോലെ അതിനൊരു അവസാനം എൻ്റെ വരുമ്പോ ഒരു സംശയം വരുന്നുണ്ട്. സംശയം ഫീൽ ചെയ്യുന്നു നമുക്ക്. അത് മോള് തന്നെ കൈ ഇങ്ങനെ ഇട്ട് കാണിച്ച് അതൊന്ന് മാറ്റി കേട്ടോ മോള്. ബാക്കിയെല്ലാം മോള് നന്നായിട്ട് പാടി. മേലെ കാവിൽ ആരോ നട തുറന്നു അവിടെ ഒരു ചെറിയ എനിക്ക് അനുപല്ലവി അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കഷ്ടമാണ് മോൾ, മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് ആയിട്ട് താഴെ ഒരു മധ്യസ്ഥായി കഴിഞ്ഞിട്ട് നേരെ ഒരു താരസ്ഥായിക്കുള്ള ഒരു ഒറ്റ പിടിപ്പാണത്. അത് ശരിക്കും ഫീമെയിലിന് ബുദ്ധിമുട്ടാണ്. കടലും കൊടുമുടിയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പാടാൻ കേട്ടോ. അപ്പൊ അത് മോള് പക്ഷെ അതൊക്കെ മാനേജ് ചെയ്തു. അനുപല്ലവിയിലാണ് കൂടുതൽ നന്നായിട്ട് പാടിയത് അത് കേട്ടോ മോളെ. എനിക്ക് എന്താണേലും മോഹനത്തിന്റെ കാര്യം ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് വാണിയമ്മയുടെ ഒരു പാട്ട് ഓർമ്മ വന്നു, ഒരു 4 വരി. മഞ്ഞൾ പ്രസാദമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. കാരണം മോഹനത്തിൽ നമ്മളൊരു പാട്ട് ആലോചിച്ച ഇന്നാ കയറി വരും. മഞ്ഞൾ പ്രസാദവും. ഒരുപാട് പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മ വരത്തില്ല. കടല് കടന്നിങ്ങനെ ഹിന്ദിയിലൊക്കെ അതെ എന്തോരം പാട്ടുകൾ. സയോനാര 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 നല്ല രസം അതൊക്കെ. ഇപ്പൊ ഞാൻ പാടാൻ എടുത്ത പാട്ട് ഒരു നാളൊരു ഗാനം കൊഞ്ചി കൊഞ്ചി വന്നണഞ്ഞു അതിൻ രാഗം അതിൻ താളം അടിമുടി ഞാനണിഞ്ഞു ഒരു നാളൊരു ഗാനം കൊഞ്ചി കൊഞ്ചി വന്നണഞ്ഞു. പിന്നെ നിങ്ങളൊന്നും അറിയാത്തൊരു പാട്ട് ആരും മനസ്സിലാക്കില്ല അത് മോഹനമാണെന്ന്. പക്ഷെ മോഹനം ബേസാണ്. വിദ്യ ചെയ്ത ഒരു പാട്ടാണ്. ഒന്നാം
പൊന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തെ പഴമേ തലച്ചുണ്ടിൽ പുത്തിരി മുത്തായി ചിപ്പിയനെ കാത്തുവച്ചോ മൂന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തെ പഴമേ തലച്ചുണ്ടിൽ പുത്തിരി മുത്തായി ചിപ്പിയനെ കാത്തുവച്ചോ മേഘവർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കാമിനിമാർ ആഹ കൺകളിൽ പൂവിടും വെണ്ണിലാവോടവൻ വേണുവും ഓതുന്നേ മനുവെണ്ണ കവരുന്നേ മേഘവർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കാമിനിമാർ ആഹ കൺകളിൽ പൂവിടും വെണ്ണിലാവോടവൻ വേണുവും ഓതുന്നേ മനുവെണ്ണ കവരുന്നേ മേഘവർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കാമിനിമാർ. മോഹനരാഗത്തിൽ വേറൊരു പഴയ പാട്ടുണ്ട്. അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതെടി മിണുങ്ങാതെടി കോലവാണി ആരെയും ആഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശിഷയായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു കൽപ്രതിമയിൽ മാലയിട്ടു കൽപ്രതിമയിൽ മാലയിട്ടു. ഒരു കാര്യം ഉണ്ട് കേട്ടോ. മതിയോ? അല്ല, രാഗങ്ങളില് മോഹനൻ രാഗത്തിലാണ് ഏറ്റവും നവരസങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രാഗം. മീനുട്ടി, ആ. ഒരു കാര്യം കൂടെ. എൻ്റെ ചേട്ടൻ എന്നെ വിട്ടു പോയിട്ട് 15 വർഷമായി. അപ്പൊ ഈ മോഹനം വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഓർത്തത് ദേവരാജൻ മാഷ് പറഞ്ഞു കൊടുത്ത് ചേട്ടൻ പാടിയൊരു പാട്ടുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാഭ്യവരാനി ബോധത ശാരികെ ശാരികെ സിന്ധുഗംഗാനദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ. പിന്നെ എന്നെ ഞാനാക്കി മാറ്റിയ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ
നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു. ആടിത്തിമിർത്ത മഴയുടെ ഓർമ്മകൾ ആലിലത്തുമ്പിലെ തുള്ളികളായി ഓർമ്മകൾക്കെന്ത് സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം, എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. ഓർത്തുപോയി തരണം. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കന്മതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ. കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ. വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം. ആ സുഭാഷ്. അദ്ദേഹത്തിന്റെ ലൈറ്റ് മ്യൂസിക് ഒരുപാട് എല്ലാ ആൾക്കാരും എൻ്റെയൊക്കെ വീട്ടിലെല്ലാവരും അദ്ദേഹത്തിന്റെ ലളിത സംഗീതം പാടിയ ഫസ്റ്റ് പ്രൈസ്. അതിലിപ്പം മോഹനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സുലളിത പദ വിന്യാസവിലോലെ കലാദേവതേ നീ ഉണരൂ. നിൻ പദ താമര തന്ത്രിയിൽ നിന്നൊരു സ്വർണ പരാഗം എനിക്കു തരൂ. സുലളിത പദ വിന്യാസവിലോലെ കലാദേവതേ നീ ഉണരൂ. ഈ ഒരു പാട്ട് ആര് പാടിയാലും ഫസ്റ്റ് പ്രൈസ് അദ്ദേഹത്തിന്റെ. ഒരുപാട് പേർക്ക് ഗുരുവാണ് അദ്ദേഹം. അത് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം എല്ലാ ലൈറ്റ് മ്യൂസിക്കും അദ്ദേഹത്തിന്റെ. ലൈറ്റ് മ്യൂസിക് എന്നുള്ള ഒരു ഇതിന് കേരളത്തിലെ ഒരു ഒരു വലിയ അർത്ഥം കൊടുത്ത ഒരു ഭയങ്കരമായിട്ട് കൊണ്ടുവന്നത് എം ജി രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് മുമ്പിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രണാമം. അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. So today we are giving you 98 out of 100. Thank you, sir. ആദ്യ ഒരു MGR പൂക്കുറ്റി. Thank you, sir. ഗൗതമിക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്.